ഈ പാട്ട് നിങ്ങൾ ഇങ്ങനെയാണോ പാടിക്കൊണ്ടിരുന്നത്? നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി. എന്നാൽ അങ്ങനെയല്ല, ഇത് നീൾമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്നാണ്. നീൾമിഴി എന്നുവെച്ചാൽ നീളമുള്ള കണ്ണ് എന്നാണ് അർത്ഥം. നീർമണി എന്ന് വെച്ചാൽ കണ്ണുനീർ തുള്ളി എന്ന്. തിരുവനന്തപുരത്തെ ഹോട്ടൽ ലിഡോയിൽ വെച്ചിട്ടാണ് വചനം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ONV കുറുപ്പും മോഹൻ സിത്താരയും കൂടി ഈ പാട്ടിന്റെ കമ്പോസിങ് ചെയ്യുന്നത്. ONV കുറുപ്പ് നീൾമിഴി പീലിയിൽ നീർമണി തുളുമ്പി എന്ന് എഴുതുകയും അതിന് മോഹൻ സിത്താര മധ്യമാവധി രാഗത്തിൽ വയലിനിൽ ഒരു ഈണമിടുകയും ചെയ്തു. അങ്ങനെ ഈണമിട്ടതിന് ശേഷം ഇതിന്റെ വരികൾ കത്തിലൂടെയാണ് ചെന്നൈയിലുള്ള യേശുദാസിന് അയക്കുന്നത്. അങ്ങനെ യേശുദാസ് അത് പാടി റെക്കോർഡ് ചെയ്തപ്പോൾ നീൾമിഴി എന്നുള്ളത് നീർമിഴിയായി പോയി. പക്ഷെ പിന്നീട് സിനിമയുടെ റിലീസിങ്ങിന് തൊട്ട് മുമ്പാണ് ലെനിൻ രാജേന്ദ്രന്റെ ശ്രദ്ധയിൽ ഈ തെറ്റ് മനസ്സിലായത്. പക്ഷെ സിനിമ റിലീസ് ചെയ്യാനുള്ള സമയം എടുത്തതുകൊണ്ടും ആ സമയത്ത് യേശുദാസ് അമേരിക്കയിൽ പോയതുകൊണ്ടും പിന്നീട് ഒരു റെക്കോർഡിങ് ആ സമയത്ത് സാധ്യമായിരുന്നില്ല. അങ്ങനെ ONV കുറുപ്പും ഈ തെറ്റ് തിരിച്ചറിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് സങ്കടമൊക്കെ ഉണ്ടായി ഇതിങ്ങനെ പാടിയതിന്. പക്ഷെ ഇനി വരുന്ന ആളുകളെങ്കിലും ഇത് തിരുത്തി നീർമണി അല്ലാതെ നീൾമിഴി ആയിട്ട് പാടണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോ പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് സ്നേഹത്തിന്റെയും നൊമ്പരവും ഒക്കെ പറയാനുള്ള ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഇത്. സോ കൂടുതൽ മ്യൂസിക് സ്റ്റോറീസുമായി ഞാൻ വീണ്ടും വരും. ദിസ് ഇസ് ആരതി ഫ്രം മ്യൂസിക് സ്റ്റോറീസ്. ബൈ ബൈ.